ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കൈത്താക്കാലത്തിൻ്റെ 3-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ വാരത്തിൽ ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനമായും സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണ് കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നത്. 8-ാം അധ്യായത്തിൽ അത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഈ അധ്യായത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ പ്രത്യക്ഷീകരണം കർത്താവിൻ്റെ പ്രബോധനവും കർത്താവിൻ്റെ പ്രവർത്തനവും പ്രകാശത്തിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു എന്നത് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളിലും നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് ഏതാനും ചിന്തകൾ കർത്താവ് നമുക്ക് നൽകുന്നത്, ഒന്നാമത്തെ ചിന്ത, അതുവരെ ഉണ്ടായിരുന്ന യഹൂദരുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്ക് ഒരു തിരുത്തൽ കർത്താവ് വരുത്തുകയാണ്. ജന്മന അന്ധനായ ഒരു മനുഷ്യൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശിഷ്യന്മാരോടുകൂടി കടന്നുപോയ ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ആരുടെ പാപനിമിത്തമാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് പറഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ചിന്താഗതി, ഒരുവൻ അംഗവൈകല്യമുണ്ടായി ജനിക്കുന്നത് ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമാണ് എന്നാണ്. എന്നാൽ ആ ചിന്താഗതിക്ക് കർത്താവ് ഒരു മാറ്റം വരുത്തുകയാണ്. കർത്താവ് പറഞ്ഞു, ഇവൻ്റെ മാതാപിതാക്കളുടെയോ ഇവൻ്റെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് അവൻ അന്ധനായി ജനിച്ചത് എന്ന് വലിയ ഒരു സത്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ചിന്താധാരകൾക്കൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് പുതിയൊരു പ്രബോധനം കർത്താവ് കൊടുക്കുകയാണ്. എന്നിട്ട് താൻ ദൈവമാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി പ്രകാശമായി ലോകത്തിലേക്ക് വന്ന കർത്താവ് തന്നെ പ്രകാശത്തിൻ്റെ ഒരു വലിയ അനുഭവം അവന് കൊടുക്കുകയാണ് കർത്താവ് ഈ പ്രബോധനവും പ്രായോഗികമാക്കിക്കൊണ്ട്. കർത്താവിൻ്റെ പ്രബോധനം അപ്പോൾ തന്നെ അവിടെ പ്രായോഗികമാക്കുകയാണ്. ഈ അന്ധനെ കർത്താവ് ചെളി കുഴച്ച് അവൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് അവന് കാഴ്ച കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പ്രധാനപ്പെട്ട 2 ചിന്തകൾ ഈ ആദ്യ ഭാഗത്ത്. ഒന്നാമതായി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകുവാൻ, നമ്മിൽ പ്രകടമാകുവാൻ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കാറില്ല എന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാകുവാനുള്ള താമസമുണ്ടാകുന്നത്. നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മളിൽ സ്പർശിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങളോ വൈകല്യങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വിശ്വാസ ദൃഢതയാണ് ഈ ആദ്യ ഭാഗം നമുക്ക് നൽകുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച നമുക്കുണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവ് പറയുന്നത്, ലോകത്തിൻ്റെ വെളിച്ചമായ മിശിഹായുടെ ജീവിതം,
നമുക്ക് വെളിച്ചമായി മാറുവാൻ കാരണമായി തീരണം. ഈശോ നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്, ഈശോ നമ്മളെ സ്പർശിക്കുമ്പോഴാണ്, ഈശോ നമ്മളിൽ പ്രവർത്തന നിരതമാകുമ്പോഴാണ് നമ്മളും പ്രകാശത്തിലായി മാറുന്നത്. കാരണം ഈശോ പ്രകാശമാണ്. ഈശോ പ്രകാശമാണെങ്കിൽ ഈശോയിൽ വസിക്കുന്നവരൊക്കെ ആ പ്രകാശത്തിലായിരിക്കും. അതുകൊണ്ട് രണ്ടാമതായി ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചിന്ത അതുതന്നെയാണ്. നമ്മളെപ്പോഴും പ്രകാശത്തിലായിരിക്കേണ്ടവരാണ്. ഈശോയാകുന്ന പ്രകാശത്തിലായിരിക്കേണ്ടവരാണ്. ഈശോയോട് കൂടെ നടക്കുമ്പോൾ ഒരു ടോർച്ച് പോലെ കർത്താവ് എപ്പോഴും നമുക്ക് വഴിതെളിച്ച് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരിക്കലും ഇരുട്ടിലാവില്ല. ഇരുട്ടിലാകുന്നത് ഈശോയുടെ സാന്നിധ്യം നമ്മളിൽ നിന്നും അകലുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും എന്നും പ്രകാശത്തോട് കൂടെ ആയിരിക്കുവാൻ, ഈശോയോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇനിയും ഈ മനുഷ്യന് കാഴ്ച കിട്ടി അവൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചിലരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലർ പറയുന്നു, ഇവനല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്, ഇവനെങ്ങനെ കാഴ്ചയുണ്ടായി? വേറെ ചിലർ പറയുന്നു, അത് അവനൊന്നുമല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ദൈവ മഹത്വം ഒരു വ്യക്തിയിൽ പ്രകടമായി കഴിയുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കുകയും തെറ്റായി കാണുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത മനുഷ്യ സഹജമാണ്. ഇവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമായി കഴിഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കപ്പെടുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണമെന്ന് ഈ വചനഭാഗം മൂന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ മനുഷ്യൻ കാഴ്ചയുള്ളവനായി മടങ്ങിച്ചെന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിനക്ക് കാഴ്ച കിട്ടിയതെന്ന് ഫരിസേയരോട് ചോദിക്കുന്നു. ഫരിസേയരോട് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നു. യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ശിലഹായി പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കഴുകിയപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നാൽ ഈശോയെ ഏത് വിധേനയും കുടുക്കിലാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഫരിസേയർ അവനെ അവരുടെ സമൂഹത്തിൽ നിന്നും പുറത്താക്കുകയാണ്. നോക്കുക, ഫരിസേയരുടെ പ്രത്യേകത ഈശോയെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നത് അവരുടെ ടാർഗറ്റ് ആയിരുന്നു. അതിനുവേണ്ടി ദൈവമഹത്വം പ്രകടമാക്കിയ അല്ലെങ്കിൽ ദൈവമഹത്വം പ്രകടമാക്കപ്പെട്ട സംഭവങ്ങളെ ഒക്കെ വിമർശിക്കുകയും ആ ദൈവമഹത്വം പ്രകടമാക്കിയ ആളുകളെ സമൂഹത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുന്ന ഫരിസേയ മനോഭാവം ഇന്നും നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, ദൈവവിശ്വാസത്തിൽ വളരുന്നവരെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു തിന്മയുടെ സ്വാധീനം ഇന്ന് നമ്മുടെ സമൂഹത്തിലും സഭയിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു വിമത ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നാരകീയ ശത്രുക്കളാണ്, അത് പൈശാചികതയാണ്. അത്തരത്തിലുള്ള പൈശാചികതയോട് ചേർന്ന് നിൽക്കുന്നവരാണ് എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് എതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ പുറത്താക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാകാതിരിക്കാം. പിശാചിനാൽ നയിക്കപ്പെടുന്നവരാകാതിരിക്കാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ പ്രകടമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവമഹത്വം നിറഞ്ഞു തുളുമ്പുന്ന വ്യക്തികളൊക്കെ സ്വീകരിക്കുന്നവരായി മാറാൻ പരിശ്രമിക്കാം. ഇനിയും ഇതിൻ്റെ 35 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഫരിസേയർ അവനെ പുറത്താക്കിയെന്ന് ഈശോ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈശോ അവനോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവനൊന്നും അറിഞ്ഞുകൂടാ. അവൻ ചോദിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുവാൻ ഞാൻ ആരാണ്? അവൻ ആരാണ്? അവനിൽ വിശ്വസിക്കുവാൻ അവൻ ആരാണ്? അപ്പോൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ് അവന്. ഞാൻ തന്നെയാണ് അവൻ എന്ന് പറയുമ്പോൾ കർത്താവിലുള്ള വിശ്വാസം അവൻ ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നതും അതുതന്നെയാണ്.
അവന് യഥാർത്ഥത്തിൽ ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമായി കഴിഞ്ഞപ്പോൾ, ഫരിസേയർ അവനെ പുറത്താക്കിയെങ്കിലും അതൊന്നും ഗവനിക്കാതെ അവൻ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരികയും യഥാർത്ഥ ദൈവപുത്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസം അവന് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ഈ അന്ധൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ജീവിത മാതൃക. ഏതെല്ലാം പ്രതിസന്ധികളും പ്രതിയോഗികളും നമ്മളെയൊക്കെ അകറ്റിയാലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അവിടെയൊന്നും പതറാതെ തളരാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ ചരിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ അന്ധനായ യാചകൻ നമുക്ക് നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസം മാറ്റുരച്ച് നോക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അവിടെയൊന്നും തളരാതെ പതറാതെ കർത്താവിലുള്ള വിശ്വാസം അചഞ്ചലമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അനുദിന ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ അന്ധനെ പോലെ നമുക്കും നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നവരായി മാറാം. അതിനുള്ള കൃപാവരത്തിനായി ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.